അവിപത്തി ചൂർണം ഇതില്ലാണ്ടേ ആയുർവേദ ഡോക്ടേഴ്സിന് ചികിത്സിക്കാൻ പറ്റില്ല എന്ന അവസ്ഥയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് രോഗാവസ്ഥകൾ അപ്ലൈ ചെയ്യാൻ കഴിയും ഈ അവിപത്തി ചൂർണം. എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, ഏതേത് അവസ്ഥയിൽ ഉപയോഗിക്കാം, എങ്ങനെയാണ് ഇത് നിർമ്മിക്കേണ്ടത്, പിന്നെ ഇത് ഉപയോഗിക്കാൻ പാടില്ലാത്തൊരു കണ്ടീഷനും ഞാൻ ഇടയ്ക്ക് പറയാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം നിങ്ങൾ അവസാനം വരെ, എന്നാൽ മാത്രമേ മുഴുവൻ അറിവ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഓരോ ഭാഗവും വിലപ്പെട്ടതാണ്. എന്താ വെച്ചാൽ ഇത് ഒരുപാട് രോഗാവസ്ഥകളിൽ നമുക്കിങ്ങനെ അനുപാനം വ്യത്യാസപ്പെടുത്തി ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇത് നിർമ്മാണ വിധി എങ്ങനെ തയ്യാറാക്കണം എല്ലാം വിശദമായിട്ട് പറയാം. വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, എല്ലാവർക്കും ഷെയർ ചെയ്തോളൂ. ഓക്കെ, എന്നാൽ നമുക്ക് വീഡിയോ ആരംഭിക്കാം. ലൈക്ക് ചെയ്തോളൂ. അപ്പോൾ അവിപത്തി ചൂർണം, അവിപത്തി ചൂർണത്തിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. അവിപത്തി എന്ന് വെച്ചാൽ വിപത്ത് ഇല്ലാത്തത്, അവിപത്തി വിപത്ത് ഇല്ലാത്തത്, അതാണ് അവിപത്തികര ചൂർണം. ഇത് പേര് വരാൻ കാരണം അതായത് ഇത് വളരെ സേഫായിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു ലാക്സേറ്റീവാണ് അവിപത്തി ചൂർണം. വയറിളക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് പലർക്കും അറിയാം. പക്ഷേ ഇത് എങ്ങനെ വർക്ക് ചെയ്യണ, ഏതേത് അവസ്ഥയിൽ കൊടുക്കാം, പിന്നെ ഇത് നിർമ്മാണ വിധി ഒന്നും നിങ്ങൾക്ക് അത്ര അറിയണ്ടാവില്ല. ധാരാളം പേര് അവിപത്തി പറ്റി കേട്ടിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ ആയുർവേദ ചികിത്സ എടുത്തിട്ടുള്ളവർക്കെല്ലാം ഇത് എപ്പോഴെങ്കിലും കഴിക്കേണ്ടി വന്നിട്ടുണ്ടാവും. മനസ്സിലായോ? എന്താ വെച്ച് കഴിഞ്ഞാൽ സേഫായിട്ട് നമ്മുടെ ശരീരം ശുദ്ധി വരുത്താൻ, വയറ് ശുദ്ധിയാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഔഷധമാണിത്. ഇത് പിത്തം പ്രധാനമായിട്ട്, ശരീരത്തിൽ വാത പിത്ത കഫ 3 ദോഷങ്ങളുണ്ടെന്ന് ഞാൻ പറയാറില്ലേ. ഏത് രോഗങ്ങൾ ശരീരത്തിൽ ഉണ്ടാവുണ്ടെങ്കിലും ഈ 3 ദോഷങ്ങളുടെ വിശേഷൻ, അതായത് വർദ്ധിച്ച് കോപിച്ചിട്ടാണ് രോഗങ്ങൾ ഉണ്ടാവുന്നത്. അതിൽ പിത്തദോഷത്തിനെ ശമിപ്പിക്കുന്നതിന് പ്രത്യേകമായിട്ട് നിശ്ചയിച്ചിട്ടുള്ളതാണ് അവിപത്തി ചൂർണം. ഇനി അതല്ല, നമുക്ക് ഋതുസന്ധികളിൽ 2 മാസം കൂടുമ്പോൾ ഓരോ ഋതുക്കളും മാറും, കാലാവസ്ഥ മാറും. ആ ഋതുസന്ധികളിൽ വയറിളക്കുന്നതിന് അല്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ ദേഹശുദ്ധി വരുത്തുന്നതിന് ആയിട്ട് ഉപയോഗിക്കാം. ഇനി അതുപോലെ പഞ്ചകർമ്മ ചികിത്സയുടെ ഭാഗമായിട്ട് പിത്ത സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ പഞ്ചകർമ്മ, പിത്തത്തിന് വിരേചനമാണ് ആചാര്യന്മാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഞാൻ മുൻ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് പലർക്കും അറിയാലോ. അപ്പോൾ പിത്തദോഷത്തിനെ ശമിപ്പിക്കാനായിട്ടുള്ള പഞ്ചകർമ്മ ചികിത്സയുടെ ഭാഗമായിട്ട് വിരേചനമാണ് വേണ്ടത്, പിത്തത്തിന് വിരേചനം. അപ്പോൾ പിത്ത സംബന്ധമായിട്ടുള്ള ദോഷങ്ങളെ ശമിപ്പിക്കാൻ വിരേചനം നടത്തുമ്പോൾ അതിനായിട്ട് നമ്മൾ പ്രധാനമായിട്ടും ജനറലി ഒരുപാട് ഔഷധയോഗങ്ങളുണ്ട് കേട്ടോ. വിരേചനത്തിനായിട്ട്, വയറിളക്കാനായിട്ട് പല ലേഹ്യ രൂപത്തിൽ, തൈല രൂപത്തിലൊക്കെ ഔഷധങ്ങളുണ്ട്. ഞാൻ മുൻ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, എല്ലാ വീഡിയോകളും കാണുന്നവർക്ക് അറിയാം. അപ്പോൾ അതിന് ജനറലി പൊതുവെ ഉപയോഗിക്കുന്ന ഒരു സേഫായിട്ട് വിപത്തില്ലാത്ത ഒരു യോഗമാണ്, ഔഷധ യോഗമാണ് അവിപത്തി. അതാണ് ഇതിൻ്റെ പ്രാധാന്യം. എല്ലാവരും ഇത് ഉപയോഗിക്കും. അപ്പോൾ ഈ ദോഷശുദ്ധി, വയറ് ശുദ്ധി വരുത്തേണ്ട, ഇനിയിപ്പോൾ പിത്ത ദോഷത്തിന് മാത്രമല്ല, പൊതുവേ നമുക്ക് ദഹനം ശരിയാക്കണം. ഏത് ആയുർവേദ ചികിത്സ നടത്തുമ്പോൾ എല്ലാ ആയുർവേദ ഡോക്ടേഴ്സും ചോദിക്കും ശോധന ശരിയാണോ. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിശപ്പും ദഹനവും ശോധനയും കറക്റ്റായാൽ മാത്രമേ നമ്മുടെ ശരീരത്തിൻ്റെ മെറ്റബോളിസം കൃത്യമായിട്ട് നടക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ നമ്മൾ നിർദ്ദേശിക്കുന്ന ഭക്ഷണവും ഔഷധങ്ങളും ദഹിച്ച് ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുള്ളൂ. അപ്പോൾ അതിന് ആദ്യപടിയായിട്ട് നമ്മുടെ വയറ് ശുദ്ധി വരുത്തണം. അതിന് സേഫായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ഔഷധമാണ് അവിപത്തി. അതാണ് അവിപത്തി എന്ന് പേര് വരാൻ. പിന്നെ പ്രത്യേകമായിട്ട് പറഞ്ഞാൽ പിത്തദോഷത്തിനാണ് ശമിപ്പിക്കാനായിട്ടാണ് അവിപത്തി വിരേചനം എന്നുള്ള നിലയ്ക്ക് ഉപയോഗിക്കുക. ഇപ്പോൾ അതായത് ഉദാഹരണത്തിന് ദോഷശോധനത്തിനായിട്ട് വാദം വർദ്ധിച്ചിരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ ഗന്ധർവസ്ഥ തൈലത്തിൽ, ഗന്ധർവസ്ഥാദി ആവണക്കണ, അതുപോലെ ഗന്ധർവസ്ഥ തൈലത്തിൽ ചേർത്തിട്ടുള്ള യോഗങ്ങൾ നിശ്ചയിക്കും. മനസ്സിലായോ? അപ്പോൾ പൊതുവെ പിത്തത്തിനാണ്. എന്നിരുന്നാലും എല്ലാ രോഗാവസ്ഥയിലും നമുക്ക് ശോധന വേണമെന്നുണ്ടെങ്കിൽ ഇത് നിശ്ചയിക്കാവുന്നതാണെന്ന് അർത്ഥം. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിൽ പ്രധാനമായിട്ട് 9 കൂട്ടം വരുന്ന 9 കൂട്ടം, അതായത് നിങ്ങൾക്ക് അറിയാവുന്ന കോമൺലി ചീഫ്ലി അവൈലബിൾ ആയിട്ടുള്ള മിതമായ നിരക്കിൽ ധാരാളമായിട്ട് സുലഭമായിട്ട് ലഭിക്കുന്ന ഔഷധങ്ങൾ തന്നെ ഏതൊക്കെയാണെന്നറിയോ? ചുക്ക്, കുരുമുളക്, തിപ്പലി. ഇതിന് ത്രികടു എന്ന് വിളിക്കും. പിന്നെ ഏലം, ഇലവങ്ങം, പച്ചില, ഇതിന് ത്രിജാതം എന്ന് വിളിക്കും. ഏലം, ഇലവങ്ങം, പച്ചില, ചുക്ക്, കുരുമുളക്, തിപ്പലി. പിന്നെ വരുന്ന 3 ഔഷധങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുത്തങ്ങക്കിഴങ്ങ്, വിഴാലരിപ്പരിപ്പ്, പിന്നെ നെല്ലിക്കത്തോട്. ഇതാണ് ഈ 9 കൂട്ടം വരുന്നത്. അപ്പോൾ ഇത് എടുക്കുമ്പോൾ ഇപ്പോൾ ഓരോ കിലോ വീതം ഒന്നും നിങ്ങൾക്ക് ആവശ്യമില്ല, ഒരു 100 ഗ്രാം വീതം എടുക്കാൻ നിൽക്കുക. ഈ 9 കൂട്ടം മരുന്ന് 100 ഗ്രാം വീതം, അതായത് ചുക്ക്, കുരുമുളക്, തിപ്പലി, ഏലം, ഇലവങ്ങം, പച്ചില, മുത്തങ്ങക്കിഴങ്ങ്, വിഴാലരിപ്പരിപ്പ്, നെല്ലിക്കത്തോട്, ഈ 9 കൂട്ടവും 100 ഗ്രാം വീതം എടുക്കുകയാണെങ്കിൽ 900 ഗ്രാം ആയില്ലേ. അപ്പോൾ ഈ 900 ഗ്രാമിന് സമം, ഇതിന് സമം 900 ഗ്രാം ത്രികോൽപ്പക്കുന്ന എടുക്കണം. ത്രിപുകോൽപ്പന്ന എടുത്തു. അപ്പോൾ 900 ഗ്രാം ഈ 9 കൂട്ടം വരുന്നത്, പിന്നെ ഒരു 900 ഗ്രാം ത്രികോൽപ്പക്കുന്ന, പിന്നെ ഇത് രണ്ടും കൂടിയതിന് തുല്യമായിട്ട് 1800 ഗ്രാം പഞ്ചസാര. ഇതാണ് ഇതിൻ്റെ പ്രൊപ്പോർഷൻ. ഇത് പൊടിക്കുക, നന്നായിട്ട് പൊടിച്ച് സൂക്ഷിക്കുക. ഇതാണ് എടുക്കുന്നത്. ഇങ്ങനെയാണ് ഇത് ഉപയോഗിക്കുക. ഇതാണ് ഇതിൻ്റെ നിർമ്മാണ രീതി. മനസ്സിലായിട്ടുണ്ടാവില്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോ ഒന്നും കൂടി കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുകയും ചെയ്യാൻ പിന്നീട്. അപ്പോൾ ഇതാണ് അവിപത്തി ചൂർണ്ണയോഗം തയ്യാറാക്കുന്ന വിധം. ഇത് പിത്തദോഷത്തിനാണെന്ന് പറഞ്ഞു. പഞ്ചകർമ്മയുടെ ഭാഗമായിട്ട് വിരേചനത്തിന് ഉപയോഗിക്കാം. ഋതുസന്ധികളിൽ സുഖശോധന വരുത്തുന്നതിന് ഉപയോഗിക്കാം. അതുപോലെ വർഷത്തിലൊരിക്കൽ വയറൊന്ന് ശുദ്ധിയാക്കാനായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇനി ഓരോരോ രോഗാവസ്ഥയിൽ എവിടേക്ക് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാമെന്ന് പറയാം. അതായത് രക്തവാത രോഗികൾ, രക്തവാതത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാദം കോപിക്കുന്നുണ്ട്, രക്തധാതു കോപിക്കുന്നുണ്ട്, പിത്തദോഷം കോപിക്കുന്നുണ്ട്. വാദവും പിത്തവും രക്തധാതുവും കോപിക്കുന്നുണ്ട് രക്തവാത രോഗികൾ. അപ്പോൾ ഈ രക്തവാത രോഗികളിൽ ശരീരത്തിൽ മുഴുവൻ നീര് വരും, ജോയിൻസിലൊക്കെ നീരുണ്ടാവും, ചുവപ്പ് നിറം ഉണ്ടാവും. അതായത് പിത്തം വർദ്ധിച്ചുള്ള ലക്ഷണങ്ങൾ, ചുട്ടുനീറ്റം, പുകച്ചിലുണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ബേണിംഗ് സെൻസേഷൻ, ബോഡിയിൽ ബേണിംഗ് സെൻസേഷൻ, സന്ധികളിൽ നീരോട് കൂടിയ ബേണിംഗ് സെൻസേഷൻ, അതൊക്കെ പിത്തത്തിൻ്റെ ലക്ഷണമാണ്. അല്ലെങ്കിൽ തൊലിപ്പുറമെ ഒക്കെ പുറത്തൊക്കെ ചുട്ടുനീറുക, കൈകാലുകളിൽ ചുട്ടുനീറുക, ഇത്തരം അവസ്ഥ രക്തവാത രോഗികളും ഉണ്ടാവും. അതുപോലെ മറ്റവസ്ഥകളും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത്തരം രോഗാവസ്ഥയിൽ ഈ ചുട്ടുനീറ്റിൽ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചുവപ്പ് നിറം കണ്ടാൽ, അല്ലെങ്കിൽ നീര് കണ്ടാൽ ഒക്കെ നമുക്ക് മനസ്സിലാക്കാം പിത്തം വർദ്ധിച്ചിരിക്കുന്നുണ്ടെന്ന്. ഈ അവസ്ഥയിൽ വിരേചനം വരുത്താനായിട്ട് ഏറ്റവും ഉത്തമ ഔഷധമാണ് അവിപത്തി ചൂർണം.
മനസ്സിലായോ? അപ്പോൾ ഇത്തരം രോഗാവസ്ഥയിൽ വയറിളക്കാനായിട്ട് എടുക്കാം. ഡോസിൻ്റെ കാര്യം ഞാൻ പിന്നീട് പറയാം. ഓക്കെ, വഴിയെ പറയാം, സ്കിപ്പ് ചെയ്യാതെ കാണണമെന്ന് അർത്ഥം. ഓക്കെ, അപ്പോൾ വാതരക്ത രോഗത്തിൽ അതായത് രക്തവാത രോഗത്തിൽ ചികിത്സിക്കാനായിട്ട് ഉപയോഗിക്കാം. ഇനി അസിഡിറ്റി ഒക്കെ ഉണ്ടാവില്ലേ, അസിഡിറ്റി, വയറിരിച്ചിൽ, പുളിച്ച് തീട്ടുക, ഇത്തരം അവസ്ഥകൾ, അസിഡിറ്റി അവസ്ഥ. അതുപോലെ ഈ അസിഡിറ്റി കൂടിയാണ് അൾസർ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്തരം രോഗാവസ്ഥയിലും ഈ പുളിച്ച് തീട്ടിലും നെഞ്ചരിച്ചിലൊക്കെ അനുഭവപ്പെടുന്നത് വയറ് കാള്, വയറ് ഇരിയ എന്നൊക്കെ പറയും. അതുപോലെ ഭയങ്കരമായ വിശപ്പ് അനുഭവപ്പെടും. അതൊക്കെ പിത്തം വർദ്ധിക്കുന്ന ലക്ഷണമാണ്. അപ്പോൾ ഉടനെ പിത്തശമനത്തിന് എന്ത് വേണം? വിരേചനം വേണം. വിരേചനത്തിന് ഏറ്റവും സേഫ് ആയിട്ടുള്ളത് ഔപത്യാണ്. ഓക്കെ, അപ്പോൾ അവിടെയും നമുക്കിത് ഉപയോഗിക്കാം. പിത്തം വർദ്ധിച്ചുണ്ടാകുന്ന ദഹനക്കേട് അല്ലെങ്കിൽ ഓക്കാനം, ഛർദി, മൈഗ്രെയിൻ ഉണ്ടാവും ചിലർക്ക്, തലവേദന, പിത്തം വർദ്ധിച്ചുണ്ടാകുന്ന തലവേദന, അത്തരം രോഗാവസ്ഥയിൽ കൊടുക്കാം നമുക്ക്. അപ്പോൾ അവിടെയൊക്കെ ഈ പിത്തത്തിൻ്റെ ദോഷമുണ്ട്, പിത്താനുബന്ധം ഉണ്ടെന്ന് അർത്ഥം. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോ ഒന്നുകൂടെ കേട്ടാൽ മനസ്സിലാവും, അല്ലെങ്കിൽ എന്നോട് ചോദിക്കാം, വിളിക്കാലോ, ഞാൻ നമ്പർ കൂടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ പിത്തത ശമിക്കുന്ന, അസിഡിറ്റി ശമിക്കും, രക്തവാത ലക്ഷണങ്ങൾ ശമിക്കും, ശരീരത്തിൽ ചുടിച്ചിലും ചുട്ടുനീറ്റം, ബേണിംഗ് സെൻസേഷൻ തോന്നുന്നത് ശമിക്കും, പിന്നെ പൊളിച്ചു തീട്ടൽ, മൈഗ്രെയിൻ, ഇത്തരം രോഗാവസ്ഥകൾ കൊടുക്കാം. ഇനി അടുത്തായിട്ട് ലിവർ, കരൾ സംബന്ധം, ദഹനേന്ദ്രിയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ആവശ്യം വരും. ഇനി പ്രത്യേകമായിട്ട് ലിവറിൻ്റെ ഫംഗ്ഷൻ എന്താ? ഈ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യില്ല. അപ്പോൾ ബ്ലഡ് രക്തധാതുവാണല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ലിവറിൽ ഇതിന് റോളുള്ളത്. അപ്പോൾ ലിവറിനെ, കരളിനെ ആശ്രയിച്ചുണ്ടാകുന്ന എന്ത് രോഗാവസ്ഥയ്ക്കും നമുക്ക് പിത്തത്തിനെ ശമിക്കുന്ന ഔഷധങ്ങൾ വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ ലിവറിനെ ആസ്പദമാക്കിയിട്ട് എന്ത് രോഗാവസ്ഥ, ഫാറ്റി ലിവറോ അല്ലെങ്കിൽ സിറോസിസോ അല്ലെങ്കിൽ മദാത്യം, അമിതമായിട്ട് മദ്യം സേവിച്ചിട്ട് ലിവർ സിറോസിസ്, മദാത്യ രോഗങ്ങൾ, അമിതമായ മദ്യപാനം കൊണ്ടുണ്ടാകുന്ന രോഗാവസ്ഥകൾ, അവിടെയൊക്കെ നമുക്ക് മദ്യത്തിന് പിത്തദോഷമാണ്, വിഷമാണ്. അപ്പോൾ അവിടെ അതിനെ ശമിപ്പിക്കാനായിട്ട് ഔപത്യം വേണം. അപ്പോൾ ഇനി ഗോൾ ബ്ലാഡർ സ്റ്റോൺ, പിത്താശയക്കല്ല്, പിത്താശയ സഞ്ചി, ഗോൾ ബ്ലാഡർ ലിവറിനകത്താണ് സ്ഥിതി ചെയ്യുന്നത്. ലിവറിൻ്റെ ലോബുകൾക്കിടയിലാണ് ഗോൾ ബ്ലാഡർ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഗോൾ സ്റ്റോൺസ്, അതുപോലെ ഗോൾ ബ്ലാഡർ ഇൻഫ്ലമേഷൻ, ആ ബ്ലോക്കേജസ് ഒക്കെ വരും, ഇൻഫ്ലമേഷൻ വരും, ഫ്ലൂയിഡ് അക്യുമുലേഷൻ വരും, സിറോസിസ് വരും, ലിവർ ക്യാൻസർ വരും. ഇത്തരം അവസ്ഥയിലൊക്കെ നമുക്ക് ഔപത്യ ചൂർണ്ണം ഉപയോഗിച്ച് വയറിളക്കുന്നതിന് ഉപയോഗിക്കാം. അപ്പോൾ ലിവർ ഡിസോർഡേഴ്സ്, ഗ്യാസ്ട്രിക് അസിഡിറ്റി പോലുള്ള പ്രോബ്ലങ്ങൾ, മഞ്ഞപ്പിത്തം വന്നാൽ വയറിളക്കണം, അപ്പോഴും നമുക്കിത് ഉപയോഗിക്കാം. അസിഡിറ്റിയിൽ ഉപയോഗിക്കാം, ചുട്ടുനീറ്റത്തിന് ഉപയോഗിക്കാം, മൈഗ്രെയിനിന് ഉപയോഗിക്കാം. ഓക്കെ, ഇനി സ്കിൻ ഡിസീസ്, ഒരുപാട് കുരുക്കളും എക്സിമയും ഒക്കെ വരുന്ന ചൂട് കാലത്ത് ഉണ്ടാകുന്ന ചുവന്ന് തടിച്ച്, പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ റാഷസ് ഒക്കെ വരും, ചൂടുകുരു വരും. അതൊക്കെ പിത്തത്തിൻ്റെ ലക്ഷണമാണ്. ശരീരത്തിൽ ചൂട് കൂടുമ്പോൾ സംഭവിക്കുന്നതാണ്. ഇനി രക്താർശസിൽ വിരേചനം വേണ്ട അവസ്ഥ ഉണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാം. അവിടെയും പിത്തം കോപിച്ചിട്ടുള്ള സംഗതിയാണ്. അതുപോലെ സ്ത്രീകൾക്ക് മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് അല്ലെങ്കിൽ PCOD പോലത്തെ കണ്ടീഷൻ, ഇവിടെയൊക്കെ വിരേചനം ആവശ്യം വരും. ഇതൊക്കെ പിത്താനുബന്ധിയാണ് ഈ രോഗങ്ങളെല്ലാം. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഔപത്യ ചൂർണ്ണം രാവിലെ കൊടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ ഡോസ് പറയാം. ഡോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിത്യേന സേവിക്കുമ്പോൾ നമ്മൾ 1 ടീസ്പൂണാണ് എടുക്കുക, സാധാരണ 1 ടീസ്പൂൺ. പിന്നെ നമുക്ക് ഓരോരുത്തരുടെയും ശരീരപ്രകൃതി, ദേഹപ്രകൃതി, രോഗാവസ്ഥ, കോഷ്ടത്തിൻ്റെ പ്രകൃതി, അതായത് വാദം കൂടുതൽ കോപിച്ചിരിക്കുന്നവരാണെങ്കിൽ മലം കൂടുതൽ ഉറച്ചു പോവും, ഗ്യാസ് ട്രബിൾ കൂടുതലുണ്ടാവും. അപ്പോൾ അവരൊക്കെ നമുക്കൊരു 2 തവണ നിത്യേന ശോധന ഉണ്ടാവണം. അതിനനുസരിച്ച് അതിൻ്റെ അളവ് ക്രമപ്പെടുത്താം. വൈദ്യമഠം തിരുമേനിയൊക്കെ അദ്ദേഹം ശോധനയ്ക്ക് പാകത്തിന് എന്നും കൂടെ പറയും. നമ്മൾ 1 ടീസ്പൂൺ വീതം എഴുതിയിട്ട് ബ്രാക്കറ്റിൽ ശോധനയ്ക്ക് പാകത്തിന് എന്ന് പ്രത്യേകം എഴുതും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും വ്യത്യസ്തമായ അളവിൽ എടുക്കേണ്ടി വരും. അപ്പോൾ പൊതുവെ 1 ടീസ്പൂൺ എന്ന് പറയാമെങ്കിലും നിത്യേനയുള്ള ഉപയോഗത്തിന് 1 ടീസ്പൂൺ എന്ന് പറയുമെങ്കിലും നമുക്ക് ശോധനയ്ക്ക് അനുസരിച്ച് 1.5 ടീസ്പൂണോ 3/4 ടീസ്പൂണോ, ഒരു സ്പൂൺ കഴിക്കുമ്പോഴേക്കും 3-4-5 തവണ വയറ്റുന്ന പോണവരുണ്ട്. അപ്പോൾ അവർക്കതൊരു 3/4 ടീസ്പൂണായിട്ട് കുറയ്ക്കാം. ഇനി 2-3 സ്പൂൺ കഴിച്ചാൽ അനക്കില്ലാത്തവരുണ്ട്. അപ്പോൾ അവരൊക്കെ ദിവസേന കഴിക്കുമ്പോൾ 1.5 സ്പൂൺ 2 ടീസ്പൂൺ വരെ കഴിച്ചാൽ മതി, അറ്റ് എ ടൈം കഴിക്കുക. അപ്പോൾ അതാണ് അതിൻ്റെ ഡോസ്, അളവ്. അപ്പോൾ അത് ഓരോരുത്തരിലും വ്യത്യസ്തമായിരിക്കും. പൊതുവേ 1 ടീസ്പൂൺ നമുക്ക് നിശ്ചയിക്കാമെന്ന് മാത്രം. ഓക്കെ, കൂട്ടാൻ കുറയ്ക്കാം. എന്താ വെച്ചാൽ പ്രശ്നമൊന്നുമില്ല, സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. വിപത്തി ആദ്യം പറഞ്ഞിട്ടില്ലേ, വിപത്തില്ലാത്തതാണ്. അപ്പോൾ നമുക്ക് ഇച്ചിരി കൂടിച്ചിട്ടും വിരോധമൊന്നുമില്ല. പക്ഷേ ചിലർക്ക് ഇത് അളവ് കൂടുമ്പോൾ ഇങ്ങനെ വയറ്റിൽ കഫം കൂടുതലുള്ളവരാണെങ്കിൽ വൊമിറ്റിംഗ് ടെൻഡൻസി വരും, ഛർദ്ദിച്ച് പോകും. പലരും ഇങ്ങനെ ഛർദ്ദിക്കാറുണ്ട്. അപ്പോൾ ഇത് ഛർദ്ദിച്ചു കൊണ്ട് രോഗികൾ പേടിക്കും. ഒന്നും പേടിക്കേണ്ട, അവരുടെ ശുദ്ധി വരെ തന്നെയാണ്. ഇത് ചെല്ലുമ്പോൾ ഛർദ്ദിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവരുടെ ആമാശയത്തിൽ കഫം കൂടുതലുണ്ട്. അപ്പോൾ കഫമാണ് കൂടുതലെങ്കിൽ അത് ഛർദ്ദിച്ച് പോരും. അപ്പോൾ അങ്ങനെ പോയാലും ശുദ്ധി വരികയാണ് അവിടെ. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, തുടർച്ചയായിട്ട് കഴിക്കാം. അപ്പോഴത്തേനും രോഗികൾ നിർത്തും. പൊതുവെ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ വൃത്തിയെന്ന് മാത്രം. അതായത് മലശോധന വിരേചനമായിട്ട് പിത്തവും ശമിക്കും, കഫം, അതായത് വമനം കഫദോഷത്തിന് വമനാണ് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഛർദി നടക്കുകയാണെങ്കിൽ കഫവും ശമിച്ചു. അങ്ങനെ കണക്കാക്കേണ്ടത് കേട്ടോ, അത്രേ കാര്യമുള്ളൂ. പിന്നെ എപ്പോഴും ചൂടുവെള്ളം ചേർത്ത് വേണം കഴിക്കാൻ. അപ്പോൾ 1 ടീസ്പൂൺ പൊടി 60 മില്ലി ചൂടുവെള്ളത്തിൽ കലക്കിയാണ് കഴിക്കുക. അപ്പോൾ ഞാൻ പ്രത്യേകം പറയും രോഗികളോട്, ഒരു ഗ്ലാസ് എടുത്ത് വെച്ച് അതിലേക്ക് 1 ടീസ്പൂൺ പൊടിയിട്ട് 60 മില്ലി ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കി അത് കുടിക്കണം. അത് കുടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ ഇങ്ങനെ സെഡിമെൻറ്റ് ചെയ്ത് കിടക്കും. അപ്പോൾ അത് ലാഭമായി, അത്രയും കഴിക്കേണ്ടല്ലോ, ഇച്ചിരി കയ്പ്പൊക്കെയാണ്. അപ്പോൾ കഴിക്കേണ്ടല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ അതിൽ വീണ്ടും ചൂടുവെള്ളം ഒഴിച്ച് ഒന്നുകൂടെ കഴിക്കാൻ പറയും. ഇത് അങ്ങനെയാണ് നിത്യേന കൊടുക്കുമ്പോൾ ചെയ്യുക. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ അതുപോലെ അസിഡിറ്റിയും ഈ ലിവർ പ്രോബ്ലങ്ങൾ, ലിവർ സിറോസ്, അത്തരം രോഗാവസ്ഥകളാണെങ്കിൽ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് നിത്യേന കൊടുക്കുക. ആദ്യത്തെ രാവിലെ വെറും വയറ്റിൽ കഷായം നിശ്ചയിക്കും. ആ കഷായത്തിൻ്റെ കൂടെയാണ് ഇത് കൊടുക്കാനായിട്ട് പറയുക. അപ്പോൾ 15 മില്ലി കഷായം, 1 ടീസ്പൂൺ ഈ ഔപത്യ ചൂർണ്ണം, 60 മില്ലി തിളച്ച വെള്ളം, ഇത്രയും ചേർത്ത് ഇളക്കിയിട്ടാണ് കഴിക്കാൻ പറയുക. അതിരാവിലെ കഴിക്കാനായിട്ട് പറയും. അപ്പോൾ അത് പൊതുവെ നിത്യേന നിശ്ചയിക്കുന്നു. ഇനിയിപ്പോൾ അസിഡിറ്റി ഒക്കെ ഉള്ള അവസ്ഥയാണ്, അസിഡിറ്റി, അതുപോലെ പിത്തം കോപിച്ച് വയറ്റിൽ ചുട്ടുനീറ്റം, പുളിച്ചു തേട്ടൽ, അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഭക്ഷണത്തിന് അരമണിക്കൂർ മുമ്പ് തേനിൽ ചാലിച്ച് കഴിക്കാൻ പറയും. 1 ടീസ്പൂൺ ഔപത്യ ചൂർണ്ണം,
വേണ്ടത്ര അളവ് തേനിൽ നന്നായിട്ട് ചാലിച്ച് ചേർത്തിട്ട് അതിങ്ങനെ നാക്കിൽ പുരട്ടി അലിയിച്ചിറക്കുക, ലിക്കുക, ലേഖനം പോലെ കഴിച്ചിട്ട് അരമണിക്കൂർ കഴിയുമ്പോൾ, അപ്പോൾ തേന് ആയതുകൊണ്ട് ചൂടുവെള്ളം കുടിക്കാൻ പാടില്ല, ഇത് വേണമെങ്കിൽ തന്നെ തിളപ്പിച്ച ആറിയ വെള്ളം കുടിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ കഷായം ഉണ്ടെങ്കിൽ അത് ചൂടോടെ കഴിക്കരുത്. അപ്പോൾ ഇത് കഴിച്ച് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഡിന്നർ കഴിക്കാം, അങ്ങനെ ചെയ്യാം. ഇനി അതല്ല, ചിലർക്ക് നിശ്ചയിക്കാറുണ്ട് ഡിന്നർ കഴിഞ്ഞിട്ട് കഴിക്കാൻ പറയും, കിടക്കാൻ നേരത്ത് നിശ്ചയിക്കും. അപ്പോൾ അങ്ങനെ വെച്ചാൽ ഡിന്നർ കഴിഞ്ഞ് 1 മണിക്കൂറോ 2 മണിക്കൂറോ കഴിഞ്ഞിട്ട് കഴിക്കുകയാണ് ഉത്തമം. എന്നുവെച്ചാൽ ഭക്ഷണം ഒന്ന് ദഹിച്ച് തുടങ്ങിയതിന് ശേഷം കഴിക്കുകയാണ് ഉത്തമം. ഈ ഡോസ് ഈ പറഞ്ഞ മാതിരി നമുക്ക് ഒരു 3/4 ടീസ്പൂൺ മുതൽ ഒരു 2 ടീസ്പൂൺ വരെ കഴിക്കുന്നതിന് കുഴപ്പമില്ല. ഇനി കൂടിയാലും കുഴപ്പമില്ല, പക്ഷേ നിങ്ങൾക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടാവും, അതുകൊണ്ട് പറഞ്ഞു കേട്ടോ. 2 ടീസ്പൂൺ വരെ. അപ്പോൾ ഈ 2 ടീസ്പൂൺ കഴിച്ചിട്ടും വയറിളക്കാൻ പറ്റാത്ത ജവന്മാരുണ്ട്. അപ്പോൾ എന്താ ചെയ്യുന്നറിയോ? രാവിലെ വെറും വയറ്റിലും കൊടുക്കും, രാത്രി കിടക്കാൻ നേരത്തും കൊടുക്കും, 2 നേരം ചെയ്യും. അപ്പോൾ ശോധന ശരിയാവും. അപ്പോൾ ഈ രക്തവാദം, അത്തരം രോഗാവസ്ഥകൾ, ശരീരത്തിൽ ജോയിൻസിൽ നീര്, ചുട്ടുനീറ്റം, ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ രാവിലെ വെറും വയറ്റിൽ കഷായത്തിൻ്റെ കൂടെ കൊടുക്കാൻ പറയും. അതല്ല വെച്ചാൽ ഇപ്പോൾ രാവിലെ നേരത്തേക്ക് ജോലിക്ക് പോകേണ്ടവരൊക്കെ ഉണ്ട്, വെളുപ്പിനൊക്കെ എൻ്റെ ജോലിക്ക് പോകേണ്ടവരുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഇത് കഴിച്ച് ശോധന ഉണ്ടാവലൊക്കെ ചെറിയ ബുദ്ധിമുട്ടും. അങ്ങനെയുള്ളവർക്ക് എന്താ വെച്ചാൽ തലേദിവസം രാത്രി കിടക്കാൻ നേരത്ത് ചെയ്യും. അതാണ് 2 നേരം. പിന്നെ ഈ അസിഡിറ്റി പോലുള്ള ലിവർ സംബന്ധമായ രോഗങ്ങൾക്കാണ് തേനിൽ ചാലിച്ച് രാത്രി ഡിന്നറിന് അരമണിക്കൂർ മുമ്പ് കൊടുക്കണം. ഇനിയിപ്പോൾ രക്തവാദമുള്ളവർക്കും കൊടുക്കുകയാണെങ്കിൽ തേനിലല്ല ചൂടുവെള്ളത്തിൽ തന്നെ കലക്കി കൊടുക്കും. അപ്പോഴും നമുക്ക് രാത്രി ഭക്ഷണത്തിന് മുമ്പ് നിശ്ചയിക്കാം. അത് മറ്റു മരുന്നുകൾ ഏതൊക്കെയാണ്, ഏത് നേരത്തിനാണ് നിശ്ചയിച്ചേക്കണം എന്നതിനനുസരിച്ചാണ് അത് വ്യത്യാസപ്പെടുന്നത്. അത് ഡോക്ടറുടെ യുക്തി അനുസരിച്ച് ഡോക്ടർക്ക് നിശ്ചയിക്കാൻ സാധിക്കും. അത് നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. ഇതായാലും കാണുമ്പോൾ ഇത്തരം മരുന്നുകളൊക്കെ എന്ത് മരുന്ന്, ഞാൻ ഈ പങ്ക്തിയിൽ ഈ ചാനലിൽ ഏതേത് ഔഷധങ്ങൾ നിശ്ചയിക്കുന്നുണ്ടോ അതൊക്കെ നിങ്ങളുടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് കഴിക്കാൻ പാടുള്ളൂ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുക. ഒരു അപകടം ഉണ്ടായിട്ടില്ല, എന്നാലും അതൊരു നിയമാനുസൃതമുള്ളതായിട്ടുള്ള മുന്നറിയിപ്പാണ്, അത് ഞാൻ പറയുന്നത് മാത്രം. ഓക്കെ, അപ്പോൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാൻ. അപ്പോൾ നിങ്ങളുടെ ഡോക്ടർക്ക് അത് വിശദമായിട്ട് പറഞ്ഞു തരാനായിട്ട് സാധിക്കും. അപ്പോൾ 3 കാലങ്ങളാണ് ഇത് കഴിക്കാനായിട്ട് നിശ്ചയിക്കുക. രാവിലെ വെറും വയറ്റിൽ, അല്ലെങ്കിൽ ഡിന്നറിന് അരമണിക്കൂർ മുമ്പ്, അല്ലെങ്കിൽ ഡിന്നർ കഴിഞ്ഞ് 2 മണിക്കൂർ, മിനിമം 1 മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് കഴിക്കാൻ പാടുള്ളൂ. ഇനി 3 നേരത്തെ വേണമെങ്കിൽ നിശ്ചയിക്കാം. അത് ഈ തേനിൽ ചാലിച്ച് കഴിക്കുകയാണെങ്കിൽ കഴിക്കാൻ ഇച്ചിരി സുഖമാണ്. ഈ ഫാറ്റി ലിവർ, അസിഡിറ്റി, ഇത്തരം രോഗാവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ രാത്രി ഭക്ഷണത്തിന് മുൻപ് തേനിൽ ചാലിച്ച് കഴിക്കുന്നത് ഉത്തമമായിരിക്കും. ഓക്കെ, ഉച്ചയ്ക്ക് സാധാരണ വിഭക്തിയൊന്നും നിശ്ചയിക്കാറില്ല. എന്ന് വെച്ചാൽ അതിന് രാവിലെ നമ്മളെ 3 ആഹാരകാലങ്ങൾ അതിനിടയ്ക്കുണ്ട്. അപ്പോൾ ഭക്ഷണം വയറ് ഒരുവിധം ഒഴിഞ്ഞിരിക്കുന്ന നേരത്ത്, ദഹനം പൂർത്തീകരിക്കുന്ന നേരത്ത് കഴിക്കുമ്പോൾ അത് കൂടുതൽ ഫലപ്രദം. അതുകൊണ്ടാണ് രാവിലെ വെറും വയറ്റിൽ പൊതുവെ നിശ്ചയിക്കുന്നത്. രാവിലെ എഴുന്നേറ്റോടെ ആണ് കൂടുതലും നിശ്ചയിക്കുക. ഓക്കെ, അപ്പോൾ ഇനി ഇതിൽ അപ്പോൾ ഇത് ഉപയോഗിക്കേണ്ട അളവ് പറഞ്ഞു, സമയങ്ങൾ പറഞ്ഞു, ഏതേത് രോഗാവസ്ഥയിൽ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു, ഇത് തയ്യാറാക്കേണ്ട വിധം പറഞ്ഞു. ഇനി ഇത് കഴിക്കാൻ പാടില്ലാത്തൊരു സംഗതി ഉണ്ട്. എന്താണെന്നറിയും? അതായത് ഞാൻ പറഞ്ഞില്ല, 9 കൂട്ടം മരുന്നുകൾ 100 ഗ്രാം വീതം എടുത്താൽ 900 ഗ്രാം. അതിന് സമം 900 ഗ്രാം ത്രികോൽപ്പുകന്നാണ് ഈ വിരേചനത്തിന് പ്രത്യേകമായിട്ട് വേണ്ട ഔഷധം. 900 ഗ്രാം. അപ്പോൾ 900 1800 ഗ്രാമായി. ഇനി അതിന് സമമായിട്ട് 1800 ഗ്രാം പഞ്ചസാര പൊടിച്ച് ചേർക്കണം. മനസ്സിലായില്ലേ? മൊത്തം ഔഷധത്തിൻ്റെ അത്ര അളവ് തന്നെ, തുല്യ അളവിൽ പഞ്ചസാര പൊടിച്ച് ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രമേഹമുള്ളവർ കഴിക്കരുത്. ഷുഗർ ഉള്ളവർ, ഹൈ ഡയബറ്റീസ് ഉള്ളവർ കഴിക്കാതിരിക്കുകയാണ് ഉത്തമം. 1 ഡോസൊക്കെ ഈ ഋതുസന്ധിയിൽ കഴിക്കുന്നവരാണെങ്കിലും അത്ര പ്രശ്നമില്ല. പക്ഷേ നിത്യേനയുള്ള ഉപയോഗത്തിന് പ്രമേഹം, ഹൈ ഷുഗർ ഉള്ളവർ കഴിക്കാതിരിക്കുകയാണ് ഉത്തമം. അവർക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട്, മറ്റു വീഡിയോകളിൽ പറയാം. അപ്പോൾ വീഡിയോ ഒത്തിരി ദീർഘിപ്പിക്കുന്നില്ല. ഒത്തിരി സംഗതികൾ വലിച്ചു വാരി നിറച്ച് ഇത് ആവശ്യമില്ലാത്തവർക്ക് ബോറടിക്കാൻ പാടില്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ പ്രമേഹമുള്ളവർ, വളരെ കൂടുതൽ പ്രമേഹമുള്ളവരാണെങ്കിൽ നിത്യേനയുള്ള ഉപയോഗത്തിന് ഇത് നിർദ്ദേശിക്കുന്ന അത്ര ഉചിതമായിരിക്കില്ല. ഓക്കെ, ഇനി ഒരു സംഗതി കൂടെ പറയുന്നുണ്ട്. അതായത് പഞ്ചകർമ്മ ചികിത്സയുടെ ഭാഗമായിട്ട് വിരേചനം, വസ്തി, വമനം, വിരേചനം, നസ്യം, രക്തമോക്ഷം, ഇതാണല്ലോ 5 പഞ്ചകർമ്മം. ഇതൊക്കെ ഓരോരോ ദോഷങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതായത് വാദത്തിന് വസ്തി, ഞാൻ ചുരുക്കി പറയാം, ദീർഘിപ്പിക്കുന്നില്ലേ. വസ്തി വാദത്തിന്, വമനം കഫത്തിന്, പിത്തത്തിന് വിരേചനം, പിന്നെ ശിരസിനെ ആശ്രയിച്ചുണ്ടാകുന്ന ദോഷങ്ങൾക്ക് നസ്യവും, രക്തദുഷ്ടിക്ക് രക്തമോഷവും, ബ്ലഡ് ലെറ്റിംഗ്, രക്തം വെയിൻ മുറിച്ച് രക്തം കളയുക, ഇങ്ങനെ ഇതാണ് ഈ പഞ്ചകർമ്മം. അപ്പോൾ അതിൽ പിത്തം ദോഷത്തിനെ ശമിക്കാനായിട്ട് വിരേചനം നിശ്ചയിക്കുമ്പോഴേ, അപ്പോൾ നമ്മളൊരു പ്രധാന കർമ്മമായിട്ട് അതിന് മുമ്പ് വേണ്ട ചികിത്സകൾ ചെയ്തിട്ടുണ്ടോ, അതാണ് പ്രധാന കർമ്മം. പിന്നെ പൂർവ്വകർമ്മം എന്ന് പറഞ്ഞാൽ ചികിത്സയ്ക്ക് മുമ്പ്, വിരേചനത്തിന് മുമ്പായിട്ട് ചെയ്യുന്ന ചികിത്സാ രീതികൾക്കാണ് പൂർവ്വകർമ്മം എന്ന് പറഞ്ഞത്. ഈ വിരേചനത്തിന് ശരീരത്തെ തയ്യാറാക്കുന്ന ചികിത്സയാണ് പൂർവ്വകർമ്മം എന്ന് പറഞ്ഞത്. പ്രധാന കർമ്മം എന്ന് പറഞ്ഞതാണ് നമ്മുടെ ഈ വിരേചന ഔഷധം സേവിക്കൽ. അപ്പോൾ അതിന് മുൻപായിട്ടുള്ള ഈ പൂർവ്വകർമ്മം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തലേദിവസം രാത്രി, ഇപ്പോൾ ഇന്നിപ്പോൾ രാത്രി കിടക്കാൻ നേരത്താണ് ഔഷധം കിടക്കുന്നത്, അല്ലെങ്കിൽ നാളെ രാവിലെ വെറും വയറ്റിലാണ് ഔഷധ സേവ നിൽക്കുക. ഇന്ന് രാത്രി എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇച്ചിരി നേരത്തെ, സാധാരണ ഒരു 9 മണിക്കാണ് ഡിന്നർ, അല്ലെങ്കിൽ 8 മണിക്കാണ് ഡിന്നറെങ്കിൽ ഒരു 7 മണിക്ക് കഞ്ഞി കുടിപ്പിക്കും. പൊടിയരിക്കഞ്ഞി, എളുപ്പം തേക്കുന്ന കഞ്ഞി, സാധാരണ കഴിക്കുന്ന അളവിൻ്റെ പകുതി അളവിൽ കഞ്ഞി കുടിക്കുക. നാളെ രാവിലെ വിരേചന ഔഷധം കഴിക്കേണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ തലേന്ന് രാത്രി കുറച്ച് നേരത്തെ, പതിവിലും കുറച്ച് നേരത്തെ കഴിക്കുന്നതിൻ്റെ പകുതി അളവിൽ പൊടിയരിക്കഞ്ഞോ കഞ്ഞിയോ കുടിക്കുക. പകുതി അളവ് പാടുള്ളൂ. എന്ന് വെച്ചാൽ പെട്ടെന്ന് ദഹിക്കണം. ആ വിശപ്പ് കിടത്താൻ വേണ്ടി മാത്രമേ കഴിക്കണുള്ളൂ എന്നർത്ഥം. നേരം വെളുക്കുമ്പോഴേക്ക് നന്നായി ദഹിച്ച് വയറ് ശുദ്ധിയായിട്ടുണ്ടാവണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ തലേന്ന് രാത്രി പകുതി അളവിൽ ലഘുവായ ഭക്ഷണം കഴിക്കുക. ഇനിയിപ്പോൾ ചിലർ 2 ഇഡ്ഡലി കഴിക്കുന്നവരുണ്ട്, അതല്ലെങ്കിൽ കഞ്ഞി കുടിക്കാം. കഞ്ഞിയാണ് പൊതുവെ ഉത്തമം. ഇനി അത് പാടില്ലാത്തവരുണ്ടെങ്കിൽ ഇഡ്ഡലി കഴിക്കാം. അതിപ്പോൾ 3-4 ഇഡ്ഡലി സ്ഥിരം കഴിക്കുന്നവരാണെങ്കിൽ അവർ 2 ഇഡ്ഡലി കഴിക്കുക, പകുതി കഴിക്കാമെന്ന് ഉദ്ദേശിച്ചത്. പിന്നെ 8 മണിക്ക് കഴിക്കുന്നുണ്ടെങ്കിൽ 7 മണിക്ക് കുറച്ച് നേരത്തെ കഴിക്കുക. എന്നിട്ട് ചൂടുവെള്ളം കുടിച്ച് വിശ്രമിക്കുക. എന്നിട്ട് രാവിലെ അതിരാവിലെ, അപ്പോൾ ഈ പഞ്ചകർമ്മത്തിനായിട്ട് നിശ്ചയിക്കുമ്പോൾ നമ്മൾ 15 ഗ്രാമോ അല്ലെങ്കിൽ 3 ടീസ്പൂണോ 4 ടീസ്പൂണോ ഒക്കെ കൊടുക്കും. അവിഭക്തിയല്ലേ, വളരെ സേഫാണ്, ഒന്നും പേടിക്കാനില്ല. ഒരു 15 ഗ്രാം അല്ലെങ്കിൽ 20 ഗ്രാമൊക്കെ ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളത്തിൽ നന്നായിട്ട് കലക്കി അതിരാവിലെ വെറും വയറ്റിൽ അങ്ങോട്ട് സേവിക്കും.
എന്നിട്ട് രാവിലെ ഭക്ഷണമില്ല, രാവിലെ ഒന്നും കഴിക്കാൻ പാടില്ല. ഇടയ്ക്കിടയ്ക്ക് നല്ല ചൂടുള്ള വെള്ളം കുടിക്കുക, ചൂടുവെള്ളം കുടിച്ചിരിക്കുക. അപ്പോൾ വയറ്റിൽ ചെറുതായിട്ട് വേദനയും കിളകളാകുന്ന ശബ്ദമൊക്കെ കേൾക്കും ഈ പൊടി പ്രവർത്തിക്കുന്നത്. എന്നിട്ടൊരു 3-4 വേഗം, ചിലർക്ക് 5, 6, 7 തവണയൊക്കെ പോകും. അതിൽ കൂടുതൽ പോകേണ്ട കാര്യമില്ല. ഒരു 5-6 തവണ പോകുമ്പോഴേക്കും നല്ല വാട്ടറി സ്റ്റൂൾസ് ഫ്രീ ആയിട്ട്, അത് ഈ 10-20 ഗ്രാം നമ്മൾ ഈ പഞ്ചകർമ്മത്തിൻ്റെ ഭാഗമായിട്ട് വിരേചനത്തിന് നിശ്ചയിക്കുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യുക. കൂടുതൽ അളവ് വേണം. അതൊക്കെ വർഷത്തിൽ ഒരു തവണയൊക്കെ അല്ലെങ്കിൽ പഞ്ചകർമ്മ ചികിത്സയുടെ ഭാഗമൊക്കെയായിട്ട് ചെയ്യുള്ളൂ കേട്ടോ. നിത്യേന ചെയ്യില്ല. അങ്ങനെ മനസ്സിലായില്ല. കഷായത്തിൽ നമ്മൾ OP ട്രീറ്റ്മെൻറ്റ് നിശ്ചയിക്കുമ്പോഴാണ് ദിവസേന ഓരോ ടീസ്പൂൺ കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ 15-20 ഗ്രാം കൊടുക്കും. അപ്പോൾ രാവിലെ വെറും വയറ്റിൽ കൊടുക്കും. എന്നിട്ട് കാലത്ത് ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കില്ല. ചൂടുവെള്ളം കൂടെ കുടിക്കാനായിട്ട് നിശ്ചയിക്കും. എന്നിട്ടൊരു 5-6 വേഗം പോയി കഴിഞ്ഞാൽ കഞ്ഞി വെള്ളത്തിൽ ഉപ്പിട്ട് കുടിക്കാൻ കൊടുക്കും. ഒരു 5-6 പ്രാവശ്യം മലശോധന ഉണ്ടായി കഴിഞ്ഞാൽ നല്ല ചൂടുള്ള കഞ്ഞിവെള്ളത്തിൽ ഉപ്പ് ചേർത്തിട്ട് കുടിക്കാൻ കൊടുക്കും. പിന്നെ വയറ്റിൽ നിന്ന് പോകില്ല. അപ്പോൾ ആ 5-6 തവണ പോയിട്ടുള്ള ക്ഷീണമൊക്കെ അങ്ങനെ ശമിക്കും. ചൂടുവെള്ളം ധാരാളം കുടിക്കണം കേട്ടോ, അല്ലെങ്കിൽ ക്ഷീണിച്ച് തലയിറ്റൊക്കെ വീഴും. ധാരാളം ചൂടുവെള്ളം കുടിക്കുക, കഞ്ഞിവെള്ളം ഉപ്പിട്ട് കുടിക്കുക. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് കഞ്ഞി കുടിക്കുക. കഞ്ഞിയിൽ രസവും കാച്ചിയും മോരൊക്കെ ചേർത്ത് കഴിക്കാം. ഇതേപോലെ രാത്രി അന്ന് രാത്രി കഞ്ഞി കുടിക്കുക. എന്നിട്ട് പൂർണ്ണമായിട്ട് റെസ്റ്റ് ചെയ്യണം. ഓക്കെ, ഇതാണ് വിരേചന ദിവസത്തെ പഞ്ചകർമ്മയുടെ ഭാഗമായിട്ട് വിരേചനം ചെയ്യുമ്പോൾ അന്നത്തെ ദിവസം ചെയ്യേണ്ട ചിട്ടകൾ. തലേ ദിവസവും കഞ്ഞി, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, ചൂടുവെള്ളം കൂടെ കുടിക്കുക. ഒരു 5 തവണയോ മറ്റോ പോയി കഴിഞ്ഞാൽ, 5-7 തവണ പോയി കഴിഞ്ഞാൽ ചൂടുള്ള കഞ്ഞിവെള്ളം ഉപ്പിട്ട് കുടിക്കുക. ഉച്ചയ്ക്ക് കഞ്ഞി കുടിക്കുക. അതിൻ്റെ കൂടെ ചമ്മന്തിയോ തോരനോ അധികം എണ്ണയൊന്നും ഇല്ലാത്ത ഹെവി ആയിട്ടില്ലാത്ത എന്തെങ്കിലും ഒരു ഉപ്പേരിയും കഞ്ഞിയും കുടിക്കാം. രസം കാച്ചിമോരൊക്കെ കഴിക്കാം. ഡിന്നറിനും അതുപോലെ രസവും കാച്ചിമോരും കൂട്ടി കഞ്ഞി കുടിക്കുക. അപ്പോൾ അന്ന് പൂർണ്ണമായിട്ട് വിശ്രമിക്കും വേണം. ഇതാണ് വിരേചന ഔഷധം നിശ്ചയിക്കുക. പഞ്ചകർമ്മയുടെ ഭാഗമായിട്ട് കഴിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യണം. ഓക്കെ, അപ്പോൾ പല രീതിയിലും ഇത് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു, ഏതേത് രോഗാവസ്ഥയിൽ പ്രയോഗിക്കാമെന്ന് പറഞ്ഞു, അതിൻ്റെ അളവുകൾ നിശ്ചയിച്ചു. പിന്നെ നമുക്ക് ഇത് തയ്യാറാക്കുന്ന ഇതും പറഞ്ഞു. അപ്പോൾ അവിഭക്തി ചൂർണ്ണത്തെ പറ്റി നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ളൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോ ഒന്നും കൂടെ കാണുക, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കോ, എന്നെ നേരിട്ട് വിളിക്കുകയോ ചെയ്തു. ഓക്കെ, തൽക്കാലം നിർത്താൻ തോന്നുന്നു. ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കിട്ടാനായിട്ടേ ഡോക്ടർ TL സേവ്യർ എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്യുക. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോകളും കാണാം. അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോകൾ കാണുക, മറ്റെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ അവസാനം ഒരു 4 പ്ലേലിസ്റ്റ് ഞാൻ കൊടുക്കുന്നുണ്ട്. അതും കണ്ടിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ആവശ്യമുള്ള വീഡിയോകളുണ്ടെങ്കിൽ അത് കാണുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് ബട്ടണിൽ പ്രസ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണും ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ ഉടനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഓക്കെ, തൽക്കാലം നിർത്തട്ടെ. മറ്റൊരു വീഡിയോയിൽ അടുത്ത ദിവസം വീണ്ടും കാണാം. ഞാൻ ഡോക്ടർ സേവ്യർ. നന്ദി, നമസ്കാരം. ആദ്യം ആയുർവേദം.